അടക്കം കാണിച്ചു കൊടുത്തു. 6 ദിവസം മുമ്പ് നിങ്ങൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ എന്റെ ഭർത്താവിന് എങ്ങനെയാണ് ഈ 6 ദിവസത്തിനിടയ്ക്ക് 6 ബ്ലോക്കുകൾ വന്നത് എന്ന് കിടക്കുമ്പോഴാണ് ബാലചന്ദ്രകുമാർ അറിയുന്നത്. അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന രണ്ടാമത്തെ കിഡ്നിയിൽ കൂടി, ഫുള്ളി ഫങ്ഷണൽ ആയിരുന്ന രണ്ടാമത്തെ കിഡ്നിയിൽ കൂടി നേരത്തെ ഈ ഡോക്ടർ ആ കിഡ്നിയിലും ഒരു സ്റ്റെന്റ് കൂടി ഇട്ടിരുന്നു. അതായത് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ മുൻപിട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ചൂടൊക്കെ പോയി. ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർ അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ അനന്തു സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി സംവിധായകൻ, ആക്ടറൊക്കെയാണ് ഈ പുള്ളി ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ നടിക്ക് അനുകൂലമായി നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരെ പിന്നീട് ധൈര്യത്തോടു കൂടി പല പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. പല ഇന്റർവ്യൂസിലും പല ചാനൽ ചർച്ചകളിലും പുള്ളി പോയി പുള്ളിയുടെ ഭാഗം വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ്. ആ പുള്ളി ഇപ്പോ ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ബാലചന്ദ്രകുമാർ, നമുക്കറിയാലോ ബാലചന്ദ്രകുമാറാണ് ഇതിന്റെ ഒരു തന്നെ കണക്കിൽ പറഞ്ഞ ഒരു ദൃക്സാക്ഷി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തെളിവ് കൊണ്ടുവരുന്ന ഒരുപാട് കോൾ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ദിലീപാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള കോൾ റെക്കോർഡിംഗ് വരെ കൊണ്ടുകൊടുത്ത സംവിധായകനും കൂടിയായ ബാലചന്ദ്രകുമാറിന്റെ മരണം. ബാലചന്ദ്രകുമാർ മരിച്ചത് എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബാലചന്ദ്രകുമാർ മരിച്ചത് കിഡ്നി ഫെയിലിയർ ആയാണ് മരിച്ചത്. അതൊരു മരണമല്ല, സ്വാഭാവിക മരണമല്ല, അത് കൊലപ്പെടുത്തിയതാണ്. അതിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതം പുള്ളി 2 ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് പുള്ളി ഇത് പറഞ്ഞത്. അത് പണത്തിന്റെ ഹുങ്ക് കൊണ്ട് ഈ ഒരു മരണം മാത്രമല്ല, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് മരിച്ച പലരും ഈ പറയുന്ന സംശയ ദൃഷ്ടിയിലാണ്. അതവരെ എല്ലാവരും വകവരുത്തിയതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം, പ്രൂഫ് അടക്കമാണ് പുള്ളി പറഞ്ഞത് എന്നുള്ളതാണ്. പുള്ളി പലപ്പോഴും വലിയൊരു വീഡിയോ പുള്ളി ഇട്ടിരിക്കുന്നത്. ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഒരു മെയിൻ സ്ട്രീം മീഡിയയും ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും നമ്മൾ ഇത് മുമ്പേ ചെയ്തതാണ്, നമുക്ക് വരണ്ടടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം എടുത്തിടുന്നത് എന്നുള്ളതാണ്. ഈ പുള്ളി പറയുന്ന അത് ഞാൻ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്. ഈ പുള്ളി പറഞ്ഞ 1-2 ഗുരുതരമായ ആരോപണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുള്ളിക്ക്, അതായത് ഈ ബാലചന്ദ്രകുമാറിന് എന്താണ് കിഡ്നി ഫെയിലിയർ, അതായത് ഒരു കിഡ്നിക്ക് തകരാറ് മൂലം ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവിടെ ചെന്ന് ചികിത്സ നടത്തുന്നു. അപ്പോൾ അവിടെ ഈ കിഡ്നി സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് എനിക്കറിയത്തില്ല കിഡ്നി സ്റ്റെന്റ്, അതായത് ഈ പറയുന്ന തകരാറുള്ള കിഡ്നിയിൽ ഇടുന്ന ഒരു ട്യൂബാണ്. അത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിനെ വായിക്കാൻ കഴിഞ്ഞത്, വൃക്കയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് മൂത്രം തടസ്സമില്ലാതെ ഒഴുകാൻ സഹായിക്കുന്ന നേർത്തതും വഴക്കമുള്ളതുമായ ട്യൂബാണ് കിഡ്നി സ്റ്റെന്റ്. മനസ്സിലാലോ? ഈ കിഡ്നി സ്റ്റെന്റ് നമ്മൾ ഈ പറയുന്ന തകരാറ് ബാധിച്ച കിഡ്നിയിലാണ് ഇടാനുള്ളത്. അങ്ങനെ കിഡ്നി സ്റ്റെന്റ് ഇടുന്നു. പിന്നീട് ഈ പുള്ളി ഒരു സ്പോട്ടിൽ പുള്ളിക്ക് അറിയാൻ സാധിക്കുന്നു, പുള്ളിയുടെ പോലും അറിവില്ലാതെ, പുള്ളിയുടെയോ പുള്ളിയുടെ ഫാമിലിയുടെ ഭാര്യയുടെ ആരുടെയും അറിവില്ലാതെ, ഒരു കേടുപാടും ഇല്ലാതെ ഇരുന്ന മറ്റേ കിഡ്നിയിലും ഈ ഒരു ട്യൂബ് അവർ ഇട്ടു എന്നുള്ളതാണ്. എന്തിനത് ഇട്ടു? മനസ്സിലായോ? പുള്ളിക്ക് പിന്നെ അതിനുശേഷം ഈ പറയുന്ന രക്തസ്രാവം ഉണ്ടായി, പുള്ളിക്ക് ഭയങ്കര വേദന, മൂത്രത്തിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പുള്ളി വേറെ അടുത്ത് പോയി പരിശോധിച്ചപ്പോഴാണ് പറയുന്നത്, ഇതിനകത്ത് ഈ കേടുപാടില്ലാതിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ കിഡ്നിയിലും ഈ പറയുന്ന ട്യൂബ് ഇട്ടിട്ടുണ്ട്. അത് എന്തിനെന്ന് ഒരു പിടിച്ചു. അപ്പൊ പല ഡോക്ടറടുത്തും ഈ പുള്ളി ചോദിക്കുന്നത് എന്തങ്ങനെ, അപ്പൊ ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് പല ഡോക്ടർമാർ ചോദിക്കും. അവർക്കെല്ലാം ഞെട്ടിയിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു ട്യൂബ് അതിലോട്ടും ഇട്ടത് എന്നറിയത്തില്ല. ഒരു കിഡ്നിക്ക് തകരാറ് സംഭവിച്ചാൽ മറ്റേ കിഡ്നിക്ക് ഒരു പ്രശ്നമില്ല, അതിനെ തൊടാനും കൂടി പാടില്ല എന്നുള്ളതാണ് എല്ലാ ഡോക്ടേഴ്സും ചെയ്തത്. എന്തിനവർ ഇതിട്ടു എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കേസ്. അപ്പോൾ ഈ പുള്ളി അറിയാതെ, പുള്ളിയുടെ ഫാമിലിയോ വൈഫിനെ അറിയാതെ ഇത് വേറൊരു ഈ പറയുന്ന ഒരു ട്യൂബ് മറ്റേ ഒരു കേടുപാടുമില്ലാത്ത മറ്റേ കിഡ്നിയിലും കൂടി ഇട്ടു. അത് ഈ പുള്ളിയെ അറിയിക്കാതെ, അത് ഈ പുള്ളിയെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുമല്ല, ഈ പുള്ളിക്ക് ഒരു വേള ഈ പുള്ളിക്ക് ഈ പറഞ്ഞ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ശസ്ത്രക്രിയ പറഞ്ഞിരുന്നു. അതിന്റെ ഡേറ്റ് ഒക്കെ കുറിച്ചു. ഓക്കെ, ഈ ഡേറ്റ് കുറിച്ച സമയത്ത് ഒരു സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് അന്ന് ആ ഓപ്പറേഷൻ നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കിഡ്നി മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമുക്ക് എക്കോ ടെസ്റ്റ്, അതായത് നമ്മുടെ ഹാർട്ട് വളരെ 100% അന്യവാനായിരുന്നാൽ മാത്രമേ ഈ പറയുന്ന എന്ത് ചെയ്യാൻ പാടത്തുള്ളൂ, ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പാടത്തുള്ളൂ. അപ്പോൾ ഇവരെ ടെസ്റ്റ് ഒക്കെ കൊടുത്ത് എക്കോ ഒക്കെ കൊണ്ടുകൊടുത്ത് വളരെ പെർഫെക്റ്റ് ആണ്, നമുക്ക് കിഡ്നി മാറ്റി വെക്കാം എന്നൊക്കെ രീതിയിലേക്ക് എല്ലാം റെഡിയാക്കി ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് അന്നൊരു ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് ചെയ്യാൻ പറ്റി.
ഇതിന് ശേഷം ഒരു 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് വീണ്ടും എന്തോ ഒരു വേദന വന്നിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഇവർ അറിയുന്നത് ഇങ്ങേർക്ക് 6 ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളത്. അതായത് 6 ദിവസം മുമ്പ് ഈ പറയുന്ന കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ പോയ പുള്ളിയുടെ ഹാർട്ടിന് ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന എന്ന് പറഞ്ഞ് കിഡ്നി മാറ്റിവെക്കാൻ പോയതാണ്. പിന്നീട് ഈ പുള്ളി ടെസ്റ്റ് ചെയ്തപ്പോൾ പുള്ളിക്ക് 6 ബ്ലോക്കുകളുണ്ട്. അപ്പൊ ഈ 6 ബ്ലോക്കുകളുള്ള ഒരാളെ എന്തിനാണ് ഈ പറയുന്ന കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാക്കി എന്നുള്ളത് അതും വളരെ ഗുരുതരമായ ഒരു ആരോപണം. ആ പറയുന്ന ആ ഡോക്ടറെ വിളിച്ച് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടെത്താം, അതൊന്നും ഞാൻ പഠിച്ചിട്ട് പറയാം. സത്യം പറയാൻ ഞെട്ടിപ്പോകും. അതുമല്ല ഈ പുള്ളി ഈ വേദനയൊക്കെ സഹിച്ചുകൊണ്ട് പുള്ളി ഒരു ഐസിയുലാണ് കിടന്നത്. അതൊരു ഐസിയു അത്രയും സജ്ജീകരണമുള്ള മറ്റൊരു റൂമിലേക്ക് കിടന്നത്. ആ സമയത്ത് ഈ പുള്ളിക്ക് ചിക്കൻ പോസ് വരുന്നു. മനസ്സിലായോ? അതായത് ഐസിയുയിൽ കിടന്ന ഒരു പുള്ളിക്ക് എങ്ങനെ ചിക്കൻ പോസ് വന്നു എന്നുള്ളതാണ്. അതിനൊക്കെ ഇവർ കൊടുക്കുന്ന വിശദീകരണം ഈ ഡോക്ടർ ഇവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് ഈ പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടറെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു. ഡോക്ടർ ഈ പുള്ളിക്ക് എന്ത് ചെയ്യുന്നില്ല, പുള്ളിക്ക് പിന്നെ മുഖം കൊടുക്കുന്നില്ല. അവസാനം പുള്ളി അറിയുന്നത് 1 മാസം ഈ പുള്ളി ലോങ് ലീവ് എടുത്ത് അമേരിക്കയിൽ പോകുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ വൻ ദുരൂഹതയാണ് എന്നുള്ളതാണ്. ആദ്യം എന്നത് കുറച്ച് ഭാഗങ്ങൾ വെക്കാം. ആദ്യം ഈ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കേട്ടു നോക്കുക കേട്ടോ. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കി നിങ്ങളോട് പറയാം. കാലിലുണ്ടായ ഒരു നീരായിരുന്നു ആദ്യമായി ബാലചന്ദ്രകുമാറിൽ കണ്ട ഒരു രോഗലക്ഷണം. തുടർന്നുണ്ടായ പരിശോധനകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉണ്ട് എന്ന് കണ്ടെത്തി. ആ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ SUT ഹോസ്പിറ്റലിൽ എത്തുന്നത്. അദ്ദേഹം എത്തുന്നത് സീനിയർ യൂറോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ശിവരാമകൃഷ്ണന്റെ മുന്നിലാണ്. അപ്പോൾ ഒരു കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്, മറ്റേ കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രിയാറ്റിന്റെ അളവ് 6.2. ആ അവസ്ഥയിൽ ഡോക്ടർ ബാലചന്ദ്രകുമാറിനോട് ആദ്യം പറഞ്ഞ കാര്യം 4-5 ദിവസം മരുന്നുകൾ കഴിച്ച് ഇൻഫെക്ഷൻ ഒന്ന് നിയന്ത്രിച്ചതിന് ശേഷം നമുക്ക് സ്റ്റോൺ റിമൂവ് ചെയ്യാം. ഈ പറഞ്ഞ ഡോക്ടർ വളരെ പെട്ടെന്ന് അഭിപ്രായം മാറ്റി പിറ്റേ ദിവസം തന്നെ കിഡ്നി റിമൂവ് ചെയ്യാനായിട്ടുള്ള സർജറിയിലേക്ക് കിടക്കുന്നു. സർജറിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ അസഹനീയമായ വേദനയാണ് ബാലചന്ദ്രകുമാർ പരാതിപ്പെട്ടത്. അപ്പോൾ ഇത്രയും വേദന അനുഭവിക്കുമ്പോൾ സാധാരണ ഇത്തരം രോഗികൾ എന്ന് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യയും കുടുംബവും ഒക്കെ ഹോസ്പിറ്റലിലുള്ള മറ്റ് ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ ചോദിച്ചപ്പോൾ അവർ തന്നെ ഒരു അസ്വാഭാവികത അപ്പം തന്നെ ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തോട് പറഞ്ഞിരുന്നു. ഓരോ ദിവസവും കഴിയും തോറും ക്രിയാറ്റിന്റെ അളവ് കുറഞ്ഞില്ല എന്ന് മാത്രമല്ല 5-ാം ദിവസത്തിൽ എത്തിയപ്പോഴത്തേക്കും അത് ക്രമാതീതമായി വർദ്ധിച്ച് 11.8 എന്ന് പറയുന്ന ഭയാനകമായ നിരക്കിലേക്ക് ക്രിയാറ്റിൻ വളരെ ഉയരുകയാണ് ഉണ്ടായത്. ആ അവസ്ഥയിൽ ബാലചന്ദ്രകുമാറിനെ അറിയിക്കുന്നത് അദ്ദേഹത്തിന് ഡയാലിസിസിലേക്ക് കടക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ 2 കിഡ്നിയിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ ഡയാലിസിസിലേക്ക് കടക്കേണ്ടി വരും. 4-5 ഡയാലിസിസുകൾക്ക് ശേഷം അദ്ദേഹം ഭേദമാകും. ഡയാലിസിസിന് ശേഷം തിരിച്ച് വീട്ടിൽ ബാലചന്ദ്രകുമാർ പോയി 1 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് മൂത്രത്തിൽ രക്തം കണ്ടു തുടങ്ങുകയാണ്. അന്ന് തന്നെ അദ്ദേഹം ആദ്യമായിട്ട് മൂത്രത്തിൽ രക്തം കണ്ട അന്ന് തന്നെ അദ്ദേഹം ഇതേ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തി. എന്തുകൊണ്ടാണ് രക്തം വരുന്നതെന്ന് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. അങ്ങനെ കാത്തറ്റർ ഇട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ മൂത്രത്തിൽ കാണപ്പെട്ട രക്തത്തിന്റെ അളവ് ഭയങ്കരമായി കൂടി. ഒരവസ്ഥയിൽ കട്ട രക്തത്തിന്റെ നിറമായി മാറി അദ്ദേഹത്തിന്റെ മൂത്രം. വീണ്ടും ഇതേ ആശുപത്രിയിലെത്തി വീണ്ടും ഒരുപാട് പരിശോധനകൾ നടത്തി. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ മൂത്രത്തിൽ രക്തം വരുന്നതെന്ന് കണ്ടെത്താൻ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. തന്റെ ചികിത്സാ റിപ്പോർട്ടുകളും വിവരങ്ങളും പുറത്തുള്ള മറ്റു പല ഡോക്ടർമാരുമായി പങ്കുവച്ച ബാലചന്ദ്രകുമാറിന് കിട്ടിയ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റോണുള്ള കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ അദ്ദേഹം ബ്ലഡ് തിന്നിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഹെപ്പാരിൻ എന്ന് പറയുന്ന മരുന്നും ഇതും ഈ സ്റ്റെന്റും കൂടിയുള്ള കോമ്പിനേഷനിൽ ഒരു പക്ഷേ ഇങ്ങനെ ബ്ലീഡിങ് സംഭവിക്കാം എന്നൊരു ഉപദേശം, ഒരു നിരീക്ഷണം വെളിയിലുള്ള ചില ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ബാലചന്ദ്രകുമാർ ഇത് SUTയിലുള്ള ഡോക്ടർ ശിവരാമകൃഷ്ണനുമായിട്ട് ഇത് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം ആ സാധ്യത തള്ളിക്കളയാണ് ചെയ്തത്. സ്റ്റെന്റ് റിമൂവ് ചെയ്യുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിച്ചപ്പോഴും അതിന്റെ ആവശ്യമില്ലെന്നാണ് ഡോക്ടർ ശിവരാമകൃഷ്ണൻ പറഞ്ഞത്. ഒടുവിൽ ബാലചന്ദ്രകുമാർ കുറച്ചധികം നിർബന്ധിച്ച് തന്നെ ആ സ്റ്റെന്റ് റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രക്രിയകളിലേക്ക് കടക്കുമ്പോഴാണ് ബാലചന്ദ്രകുമാർ അറിയുന്നത് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന 2ാമത്തെ കിഡ്നിയിൽ കൂടി, ഫുള്ളി ഫങ്ഷണൽ ആയിരുന്ന 2ാമത്തെ കിഡ്നിയിൽ കൂടി നേരത്തെ ഈ ഡോക്ടർ ആ കിഡ്നിയിലും ഒരു സ്റ്റെന്റ് കൂടി ഇട്ടിരുന്നു. അതായത് ആ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ 2 കിഡ്നികളിൽ സ്റ്റെന്റ് ഉണ്ട്. ആ 2ാമത്തെ കിഡ്നിയിൽ ഫുള്ളി ഫങ്ഷണൽ ആയ ആ കിഡ്നിയിൽ സ്റ്റെന്റ് ഇടുന്ന കാര്യം ബാലചന്ദ്രകുമാർ അറിഞ്ഞിരുന്നില്ല. ഈ സ്റ്റെന്റ് റിമൂവൽ തന്നെ വളരെയധികം വേദനാജനകമായ ഒരു എക്സ്പീരിയൻസ് ആണ് ബാലചന്ദ്രകുമാർ
സമ്മാനിച്ചത്. ഏതായാലും സ്റ്റെന്റുകൾ റിമൂവ് ചെയ്തതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി തന്നെ അദ്ദേഹത്തിന്റെ മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ നിന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയ ബാലചന്ദ്രകുമാർ അദ്ദേഹത്തിന് പരിചയമുള്ള മറ്റു ഡോക്ടർമാർ വഴിയും അല്ലാതെയും ഒക്കെ ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പല സംശയങ്ങളും അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. കാരണം സാധാരണഗതിക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു കുഴപ്പവുമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ടു എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. എന്തുകൊണ്ട് ഡോക്ടർ ശിവരാമകൃഷ്ണൻ അങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പല ഡോക്ടർമാരും ബാലചന്ദ്രകുമാറിനെ അറിയിച്ചു. സാധാരണഗതിക്ക് രണ്ടാമത്തെ കിഡ്നിക്ക് ഒരു തകരാറുമില്ലെങ്കിൽ ആ കിഡ്നിയിൽ ഇത്തരം പ്രക്രിയകൾക്കിടയിൽ തൊടുകയെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നും പല ഡോക്ടർമാർ ബാലചന്ദ്രകുമാറിനോട് പറഞ്ഞു. തനിക്കുണ്ടായ ഈ സംശയങ്ങൾ ബാലചന്ദ്രകുമാർ SUT ഹോസ്പിറ്റലിലുള്ള മറ്റ് പല നഴ്സുമാരോടും ഡോക്ടർമാരോടും പങ്കിട്ടു. ഒരിക്കൽ ഈ ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണുന്ന ശിവരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെയിൽ നഴ്സിനെ ബാലചന്ദ്രകുമാർ നേരിട്ട് അറിയിക്കുകയും താൻ എത്തും, പിറ്റേ ദിവസം ഒരു സമയത്ത് താൻ എത്തും ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണാൻ എന്ന് ശിവരാമകൃഷ്ണന്റെ അസിസ്റ്റന്റിനെ അറിയിച്ച് അങ്ങോട്ട് ചെല്ലുന്ന ബാലചന്ദ്രകുമാർ അറിയുന്നത് താൻ എത്തുന്നതിന് കുറച്ചു മുമ്പ് വരെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഹാഫ് ഡേ ലീവ് എടുത്ത് പോയി. പിന്നീട് പലവട്ടം ബാലചന്ദ്രകുമാർ ഡോക്ടർ ശിവരാമകൃഷ്ണനെ നേരിട്ട് കാണാൻ ശ്രമിച്ചു. പക്ഷെ അതിന് അദ്ദേഹത്തിന് അനുവാദം കിട്ടിയില്ല. പല രീതിയിലും ഡോക്ടർ ശിവരാമകൃഷ്ണൻ തെന്നി നീങ്ങി. ഈ കാര്യങ്ങൾ നടക്കുന്നത് മൂന്നാഴ്ചക്കകം ബാലചന്ദ്രകുമാർ അറിയുന്നത് ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഒരു ലോങ് ലീവ് എടുത്ത് അമേരിക്കയിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഡോക്ടർ ശിവരാമകൃഷ്ണൻ മടങ്ങിയെത്തിയതിനു ശേഷം ഒരിക്കൽ ബാലചന്ദ്രകുമാറും ഡോക്ടർ ശിവരാമകൃഷ്ണനും നേർക്കുനേർ കണ്ടിരുന്നു. ആ കാണുന്നത് ഡോക്ടർ ശിവരാമകൃഷ്ണൻ പടിയിറങ്ങി വരികയും ബാലചന്ദ്രകുമാർ പടിക്കെട്ടിന്റെ ഏറ്റവും താഴെയുമാണ് നിൽക്കുന്നത്. ബാലചന്ദ്രകുമാറിനെ കണ്ട ഡോക്ടർ ശിവരാമകൃഷ്ണൻ കഴുത്ത് വെട്ടിച്ച് ഇറങ്ങി വന്ന പടികൾ മുഴുവൻ തിരിച്ചു കയറി മുകളിലോട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. പലവട്ടം ഈ ഉണ്ടായ കാര്യങ്ങൾ വിവരിച്ച് ബാലചന്ദ്രകുമാർ തന്നെ നേരിട്ട് ഡോക്ടർ ശിവരാമകൃഷ്ണനെതിരെ പരാതി കൊടുക്കാൻ പുറപ്പെട്ടതാണ്. അന്ന് ഈ പുറത്തുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ തന്നെ അദ്ദേഹത്തെ വിലക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു പരാതിയുമായി ബാലചന്ദ്രകുമാർ അപ്പം മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് പിന്നീട് ചെയ്യേണ്ടി വരുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് തയ്യാറാകാൻ ഒരു പക്ഷെ മറ്റ് ഹോസ്പിറ്റലുകൾ തയ്യാറായി എന്ന് വരില്ല. അപ്പോൾ അവസ്ഥയുടെ ഒരു ഭീകരത ആലോചിച്ച് നോക്കണം. തനിക്കെതിരെ ഇത്രയും അനീതി നടന്നു എന്ന് ബാലചന്ദ്രകുമാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിനെതിരെ പരാതിപ്പെടാൻ പോയപ്പോൾ ഈ നാട്ടിലുണ്ടായിരുന്ന കുമാറിന്റെ ഈ വിവാദമായ ഈ ഒരു കുഴപ്പമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെന്റ് ഇട്ട് ആഴ്ചകൾക്കകം ബാലചന്ദ്രകുമാറിന്റെ ഒരു ബന്ധുവിനോട് തന്നെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ പറഞ്ഞു, എന്തിനാണ് ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ നിൽക്കുന്നത്? ദിലീപിനോടൊപ്പം സിനിമ ചെയ്യാനായിട്ടുള്ള അവസരം ബാലചന്ദ്രകുമാറിന് കിട്ടിയതല്ലേ? ദിലീപ് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ തന്നെ ബാലചന്ദ്രകുമാർ ദിലീപിനൊപ്പം ആയിരുന്നില്ലേ നിൽക്കേണ്ടതെന്ന് ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ബാലചന്ദ്രകുമാറിന്റെ തന്നെ ഒരു ബന്ധുവിനോട് ചോദിച്ചിരുന്നു. അടുത്തത് എനിക്കറിയാൻ സാധിക്കുന്നത് ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്നത് നടൻ ജയറാമിന്റെ ഒരു അടുത്ത ബന്ധുവാണ് എന്നാണ്. കുറ്റകരമെന്നും മനഃപൂർവ്വമെന്നും തന്നെ നമുക്ക് സംശയിക്കാവുന്ന മറ്റൊരു വലിയ ഇടപെടൽ നടന്നിട്ടുള്ളത് അതേ ആശുപത്രിയിലെ തന്നെ കാർഡിയോളജിസ്റ്റിൽ നിന്നാണ്. ആ ഡോക്ടറുടെ പേര് ഡോക്ടർ രാജലക്ഷ്മി എന്നാണ്. അപ്പോൾ അതിന്റെ സീക്വൻസ് ഒന്ന് ആലോചിക്കാം. ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ എന്ന വളരെ സാമാന്യം വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാവുന്ന ഒരു ആരോഗ്യാവസ്ഥയുമായി ബാലചന്ദ്രകുമാർ ഹോസ്പിറ്റലിൽ എത്തുന്നു. നിഗൂഢമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയിലേക്ക് പോകും. മനസ്സിലായല്ലോ, നിങ്ങളിത് കേട്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ഈ പുള്ളി നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ എവിഡൻസ് ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ കാരണം ഈ ഒരു ദിലീപിന്റെ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ തെളിവുകൾ കൊണ്ടുകൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഈ പുള്ളിയുടെ പടം സംവിധാനം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ബാലചന്ദ്രകുമാർ. ഈ പറയുന്ന മെമ്മറി കാർഡ് കൊണ്ട് നോക്കിയപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഒരു സംഭവം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ അപ്പോഴും ദിലീപ് പറഞ്ഞ ശബ്ദരേഖ വരെ കോടതിയിൽ ഏൽപ്പിച്ചു. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്ത സാധനം ഫോൺ കണ്ടില്ല എന്ന് പറഞ്ഞ് ശബ്ദരേഖ തള്ളിയതാണ്. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇവർ ഏതിനാണ് റെക്കോർഡ് ചെയ്തത് ആ സാധനം കിട്ടിയില്ല എന്നുള്ള ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ഇതിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല,
ഈ ഈ ഈ ഈ പറയുന്ന ഡോക്ടറെ മാത്രമല്ല, ഡോക്ടർ ആയിക്കോട്ടെ, ജഡ്ജി ആയിക്കോട്ടെ, ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ വിലക്ക് വാങ്ങി പണത്തിന്റെ ബലം കൊണ്ട് എല്ലാവരെയും പിന്നെ പണം കൊണ്ട് വാങ്ങി വിലക്ക് വാങ്ങി അട്ടിമറിക്കുകയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ്. ഇനി ഒരു ചെറിയൊരു വീഡിയോ കൂടി ഉണ്ട്, അതും കൂടെ വെച്ചുതരാം. ശ്രീമതി ഷീബയെ അപ്പൊ തന്നെ ഡോക്ടർ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ആൾ ഒഴിഞ്ഞു നിന്ന് അവര് വിശ്വസിച്ചിരുന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഡോക്ടർക്ക് ശ്രീമതി ഷീബ മെഡിക്കൽ റിപ്പോർട്ട്സ് അടക്കം കാണിച്ചു കൊടുത്തു. 6 ദിവസം മുമ്പ് നിങ്ങൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ എന്റെ ഭർത്താവിന് എങ്ങനെയാണ് ഈ 6 ദിവസത്തിനിടയ്ക്ക് 6 ബ്ലോക്കുകൾ വന്നത് എന്ന ചോദ്യം ശ്രീമതി ഷീബ ഡോക്ടർ രാജലക്ഷ്മിയോട് നേരിട്ട് ചോദിച്ചിരുന്നു. അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആരുമില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്ന ഈ മുറിയിൽ കർട്ടൻ ഇട്ട് മറച്ച ഒരു ഭാഗത്തിന്റെ പുറകിൽ നിന്ന് ആ സമയത്ത് ഇത് കേട്ടുകൊണ്ട് കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ വരികയും അത് ഈ ഡോക്ടർ രാജലക്ഷ്മിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു. ശ്രീമതി ഷീബയുടെ കയ്യിൽ നിന്ന് ആ റെക്കോർഡ്സ്, ആ ടെസ്റ്റുകൾ, റിപ്പോർട്ടുകൾ മേടിച്ച ഡോക്ടർ രാജലക്ഷ്മി പറഞ്ഞത് ഞാൻ ഒരാഴ്ചയ്ക്ക് അത് എന്താണ് സംഭവിച്ചെന്ന് പഠിച്ചിട്ട് പറയാം. വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രീമതി ഷീബ നൽകിയ മറുപടി, എന്റെ ഭർത്താവ് ജീവനു വേണ്ടി തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഇനിയും ഇത് പഠിക്കാൻ ഒരു ആഴ്ചയും കൂടി വേണമല്ലേ എന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് റിപ്പോർട്ടുകൾ തിരിച്ചു വാങ്ങി ഇനി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും, അതായത് ശ്രീമതി ഷീബ ഡോക്ടർ രാജലക്ഷ്മിയുടെ മുന്നിൽ വരും. അന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടാവും. അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടി വരികയും ചെയ്യുമെന്ന് ശ്രീമതി ഷീബ ഡോക്ടർ രാജലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്തൊക്കെയാണ് ഇത് കേൾക്കുന്നത്? 6 ദിവസം മുമ്പ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി ഡേറ്റ് നിശ്ചയിച്ചു ഒരാൾ 6 ദിവസം കഴിഞ്ഞ് അറിയുന്നു അങ്ങേർക്ക് 6 ബ്ലോക്കുകൾ ഉണ്ടെന്ന്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ പുള്ളിയെ കൊല്ലണം എന്നുള്ള രീതിയിൽ മനസ്സിലായോ? അങ്ങനെയാണ് അവസാനം 2 കിഡ്നിയും തൊലഞ്ഞ് പോയി രക്തസ്രാവമായി പുള്ളി മരിച്ചത്. പുള്ളിയെ കൊന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പുള്ളിയെ കൊന്നതാണ്. ഈ പുള്ളി നേരിട്ട് വന്ന് ഈ പറയുന്ന കോടതിയിൽ മൊഴി കൊടുത്തിരുന്നുവെങ്കിൽ ദിലീപ് പെട്ടേന്, മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് ഇവരുടെ പണക്കൊഴി കൊണ്ടുപോകുന്നു. അതിന് ഡോക്ടർമാരെയും എല്ലാവരെയും വിലക്കെടുത്തു, ജുഡീഷ്യറി വരെ വിലക്കെടുത്തു, എല്ലാവരെയും വിലക്കെടുത്തു. ഇനി ആരെയൊക്കെ കൊല്ലാൻ പോണു, ആരൊക്കെ പറയിലേക്ക് ഇനി അടുത്ത പണം വരുന്നു. ഇയാൾ ഇതിനകത്ത് പറയുന്നുണ്ട് പണത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾ എത്രയൊക്കെ ആരെയൊക്കെ വകവരുത്തിയാലും ആരെയൊക്കെ പണം പറഞ്ഞു കൊന്നാലും ഒരുത്തം ചാവുമ്പോൾ അടുത്തവൻ പൊങ്ങി വരും. എവിടെയൊക്കെയായാലും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഇത് തെളിയിക്കുക തന്നെ വേണം. ഇത് തെളിയുക തന്നെ ചെയ്യും, മനസ്സിലായോ? നീ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപേ നീ അത് അനുഭവിച്ചിട്ടേ പോകും. അവസാനം ഗതിയില്ലാതെ, കാരണം പണം ഇങ്ങനെ പെരുത്തോണ്ടിരിക്കില്ലല്ലോ. കൊടുത്ത് ഓരോരുത്തർക്ക് ഈ വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും നീ മുടക്കുന്നുണ്ട്. കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ മുടക്കുന്നുണ്ട്. ഒരുത്തനെ കൊല്ലുമ്പോൾ അടുത്തവൻ വരും. നമ്മളെ ഇനി പുറത്തായിരിക്കും കയറുന്നത്. എന്തോ ആയിക്കോട്ടെ, ഞാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ആള് വരും. ഈ പറയുന്ന പുള്ളി പോയി കഴിഞ്ഞാൽ അടുത്ത ആള് വരും. എന്തായാലും ദൈവം എന്നൊരു ആളുണ്ടെങ്കിൽ നീ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് കാണാം.